കൂട്ടുകാരെ, ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ദ ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്ന യൂണിറ്റിലെ ആക്ടിവിറ്റീസാണ്. അപ്പോൾ അതിൽ നമ്മുടെ സ്റ്റോറി എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു പോമുണ്ട്, അതാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. നേച്ചർ സ്പീക്സ് ടു മീ. ആ ഒരു പോമിൻ്റെ ടൈറ്റിലാണ് നേച്ചർ സ്പീക്സ് ടു മീ. പ്രകൃതി എന്നോട് സംസാരിക്കുന്നു. The beauty of the trees, the softness of the air, the fragrance of the grass speaks to me. ആരൊക്കെയാണ് എന്നോട് സംസാരിക്കുന്നത്? The beauty of the trees. Trees മരങ്ങളുടെ ബ്യൂട്ടി, ഭംഗി. The softness of the air. എയറിൻ്റെ, വായുവിൻ്റെ സോഫ്റ്റ്നെസ്, മൃദുലത അല്ലേ. The fragrance of the grass. പുല്ലിൻ്റെ നല്ല മണം, ഇളം പുല്ലിൻ്റെ നല്ല മണം, നല്ല സുഗന്ധത്തിനാണ് ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത്. സ്പീക്സ് ടു മീ, ഇതെല്ലാം എന്നോട് സംസാരിക്കുന്നു. ദെൻ ദ സമ്മിറ്റ് ഓഫ് ദി മൗണ്ടൻ, ദ തണ്ടർ ഓഫ് ദ സ്കൈ, ദ റിതം ഓഫ് ദി സീ സ്പീക്സ് ടു മീ. പിന്നെ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? ദ സമ്മിറ്റ് ഓഫ് ദി മൗണ്ടൻ, മൗണ്ടൻ പർവ്വതങ്ങളുടെ, വലിയ കുന്നുകളുടെ ഉയർന്ന ഭാഗം, അതിനെയാണ് സമ്മിറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും ഉയർന്ന ഭാഗത്തിന്, പർവ്വതങ്ങളുടെയൊക്കെ ഉയർന്ന ഭാഗത്തിനാണ് സമ്മിറ്റ് എന്ന് പറയുന്നത്. ദ തണ്ടർ ഓഫ് ദി സ്കൈ, ആകാശത്ത് നിന്നുള്ള ഇടിമുഴക്കം. ദ റിതം ഓഫ് ദ സീ, റിതം ഒരു താളം, എന്തിൻ്റെ? സീ, കടലിൻ്റെ താളം. സ്പീക്സ് ടു മീ, എന്നോട് സംസാരിക്കുന്നു. ദ ഫെയിൻറ്റ്നെസ് ഓഫ് ദി സ്റ്റാർസ്, the freshness of the morning, the dewdrop on the flower speaks to me. The faintness of the stars, സ്റ്റാർസിൻ്റെ ആ ഒരു മങ്ങിയ വെളിച്ചം അല്ലേ. രാവിലെ ആവുന്ന സമയത്ത് നമുക്ക് സ്റ്റാർസിനെ കാണാൻ പറ്റില്ല. സ്റ്റാർസ് ഇങ്ങനെ മങ്ങി വരുന്ന സമയത്ത് ആ ഒരു മങ്ങിയ വെളിച്ചം, നേരിയ വെളിച്ചം. ദ ഫ്രഷ്നെസ് ഓഫ് ദി മോർണിംഗ്, രാവിലെ പ്രഭാതത്തിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്. ദ ഡ്യൂ ഡ്രോപ്പ് ഓൺ ദി ഫ്ലവർ, പൂവിലുള്ള മഞ്ഞുതുള്ളികൾ. ഡ്യൂ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ മഞ്ഞുതുള്ളികൾ. സ്പീക്സ് ടു മീ, എന്നോട് സംസാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഈ ഒരു പോമിൽ പറഞ്ഞിട്ടുള്ളത്. നേച്ചർ, പ്രകൃതിയിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ എന്നോട് സംസാരിക്കുന്നു എന്നാണ് പോയറ്റ് പറയുന്നത്. ഈ പോയത്തിൻ്റെ ഓഥർ എന്ന് പറയുന്നത് ചീഫ് ഡാൻ ജോർജ് ആണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പ്രകൃതിയിലെ ഒരുപാട് നല്ല കാര്യങ്ങൾ എല്ലാം എന്നോട് സംസാരിക്കുന്നു എന്നാണ്. ഇനി ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. ആക്ടിവിറ്റി 1. ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ ലൈൻസ് ഫ്രം ദി പോം റിലേറ്റഡ് ടു ദി പിക്ചേഴ്സ് ഗിവൺ ബിലോ. നമുക്കിവിടെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആദ്യം തന്ന പിക്ചർ എന്താണ്? കുറേ ട്രീസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ട്രീസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് ലൈനാണ് നമ്മളിതിൽ കണ്ടത്? ദ ബ്യൂട്ടി ഓഫ് ദി ട്രീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ദ ബ്യൂട്ടി ഓഫ് ദി ട്രീസ്, മരത്തിൻ്റെ ഭംഗി, മരങ്ങളുടെ ബ്യൂട്ടി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈനാണ് ആ പിക്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമുക്ക് അടുത്ത പിക്ചർ, ഈ പിക്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലൈൻ ഏതാണെന്ന് നോക്കാം. ഇവിടെ ഒരു ഫ്ലവർ കാണാം. ഫ്ലവറിൻ്റെ മുകളിൽ എന്തുണ്ട്? മഞ്ഞുതുള്ളികൾ കാണുന്നുണ്ട് അല്ലേ. ഫ്ലവറിൻ്റെ മുകളിൽ മഞ്ഞുതുള്ളികൾ കാണുന്നുണ്ട്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ലൈൻസ് ഏതാണ്? ദ ഡ്യൂ ഡ്രോപ്സ് ഓൺ ദി ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ആ ലൈൻസ് ആണ് ഈ ഒരു പിക്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത പിക്ചറും തന്നിട്ടുണ്ട്, അതുമായി റിലേറ്റ് ചെയ്ത ലൈനും തന്നിട്ടുണ്ട്. ആ പോമിൽ നിന്നും എടുത്തിട്ടുള്ള ലൈനും തന്നിട്ടുണ്ട്. ദ സമ്മിറ്റ് ഓഫ് ദി മൗണ്ടൻ, ഈ മൗണ്ടൻ്റെയൊക്കെ ഏറ്റവും ഉയർന്ന ഭാഗത്തിനാണ് സമ്മിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സമ്മിറ്റ് ഓഫ് ദി മൗണ്ടൻ. അപ്പോൾ ഇത്രയുമാണ് ആക്ടിവിറ്റി 1. വളരെ സിമ്പിളായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ പോം നന്നായിട്ട് റീഡ് ചെയ്യണം. ഓക്കെ. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 2. Read what Dorothy has written about her pet. ഡൊറോത്തി എന്താണ് അവളുടെ പെറ്റിനെ കുറിച്ച് എഴുതിയിട്ടുള്ളതെന്ന് നോക്കൂ. ടോട്ടോ ഈസ് മൈ പെറ്റ് ഡോഗ്.
He is very friendly. He is so loyal. Toto likes playing with me. He likes to eat meat. He wags his tail always. അപ്പോൾ ഡൊറോത്തി ടോട്ടോയെക്കുറിച്ച് എഴുതിയിട്ടുള്ളൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടോട്ടോ ഈസ് മൈ പെറ്റ് ഡോഗ്. ടോട്ടോ എൻ്റെ വളർത്തു നായയാണ്, പെറ്റ് ഡോഗാണ്. ഹീ ഈസ് വെരി ഫ്രണ്ട്ലി. അവൻ വളരെ ഫ്രണ്ട്ലിയാണ്, നല്ല കൂട്ടുകാരനാണ് അല്ലേ, എന്നോട് നന്നായി കൂട്ടുകൂടുന്ന ഒരു ഡോഗാണ്. ഹീ ഈസ് സോ ലോയൽ. അവൻ വളരെ ലോയലാണ്. അവൻ എന്നോട് ആത്മാർത്ഥതയുള്ളവനാണ്. ടോട്ടോ ലൈക്സ് പ്ലേയിങ് വിത്ത് മീ. ടോട്ടോയ്ക്ക് എൻ്റെ കൂടെ കളിക്കാൻ വളരെ ഇഷ്ടമാണ്. ഹി ലൈക്സ് ടു ഈറ്റ് മീറ്റ്. അവന് മീറ്റ്, മാംസം കഴിക്കാൻ ഇഷ്ടമാണ്. ഹി വാഗ്സ് ഹിസ് ടെയിൽ ഓൾവേസ്. അവൻ എല്ലായ്പ്പോഴും അവൻ്റെ വാലിങ്ങനെ അനക്കും. പട്ടിക്കുട്ടികളൊക്കെ വാലാട്ടുന്നത് കണ്ടിട്ടില്ലേ, അതിനെയാണ് വാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡ്രോ യുവർ പെറ്റ് ആൻഡ് ഡിസ്ക്രൈബ് അബൌട്ട് ഇറ്റ്. നിങ്ങളുടെ പെറ്റിൻ്റെ ചിത്രം ഇവിടെ വരയ്ക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾക്കിത് തന്നിട്ടുള്ള ആക്ടിവിറ്റി. ആദ്യം നമ്മുടെ ടോട്ടോയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നന്നായിട്ട് വായിക്കുക, എന്നിട്ട് നിങ്ങളുടെ പെറ്റിനെ കുറിച്ച് കുറച്ച് ലൈൻസ് ഇവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ആക്ടിവിറ്റി 1 തന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ ചെയ്തിട്ടുണ്ട്. ദ ബ്യൂട്ടി ഓഫ് ദി ട്രീസ്, ഈ പിക്ചർ, ദ ഡ്യൂ ഡ്രോപ്സ് ഓൺ ദി ഫ്ലവേഴ്സ് അല്ലേ, അതിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ ആക്ടിവിറ്റി 2 മൈ പെറ്റ്. നിങ്ങളുടെ പെറ്റ് ഏതാണോ അതിനെക്കുറിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത്. ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ഒരു പാരറ്റിനെ കുറിച്ചാണ്, പെറ്റ് പാരറ്റിനെ കുറിച്ചാണ്. മിന്നു ഈസ് മൈ പെറ്റ് പാരറ്റ്. മിന്നു എൻ്റെ പെറ്റ് പാരറ്റാണ്. ഷീ ഈസ് വെരി ലവ്ലി. അവൾ വളരെ സ്നേഹമുള്ള, ലവ്ലിയാണ്. ഷീ ഈസ് സോ ബ്യൂട്ടിഫുൾ. അവൾ നല്ല ഭംഗിയുള്ളവളാണ്. മിന്നു ലൈക്സ് ടു സ്പീക്ക്. മിന്നുവിന് സംസാരിക്കാൻ ഇഷ്ടമാണ്. ഷീ ലൈക്സ് ടു ഈറ്റ് ഗ്രെയിൻസ്. അവൾക്ക് ധാന്യങ്ങൾ കഴിക്കാൻ വളരെ ഇഷ്ടമാണ്. ഷീ മേക്സ് സൗണ്ട് ടു സ്ട്രേഞ്ചേഴ്സ്. അവൾ സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ ശബ്ദമുണ്ടാക്കും. ഇതാണ് ഞാൻ പെറ്റിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ. ഇതുപോലെ നിങ്ങളുടെ പെറ്റിനെ കുറിച്ച് എഴുതുക. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പെറ്റ് ക്യാറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിഷ് ആയിരിക്കാം. എന്താണോ നിങ്ങളുടെ പെറ്റ് അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക. ഓക്കെ, നൗ വി ആർ മൂവിങ് ടു ആക്ടിവിറ്റി 3. The wind lifted the house higher and higher. Dorothy looked out. What did she see? Describe the scene. The wind lifted the house higher and higher. നമ്മൾ സ്റ്റോറിയിൽ കണ്ടു, കാറ്റടിച്ചപ്പോൾ ഡൊറോത്തിയുടെ വീടും ടോട്ടോയും കൂടെ മുകളിലേക്ക് പൊങ്ങി പറക്കുകയാണ്. ഡൊറോത്തി ലുക്ക്ഡ് ഔട്ട്. ആ വീട്ടിൽ നിന്നും പറന്നുകൊണ്ടിരിക്കുന്ന ആ വീട്ടിൽ നിന്നും ഡൊറോത്തി പുറത്തേക്ക് നോക്കി. വാട്ട് ഡിഡ് ഷീ സീ? അവൾ എന്തായിരിക്കും കണ്ടിട്ടുണ്ടാവുക? ഡിസ്ക്രൈബ് ദ സീൻ. ആ സീൻ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചർ നമ്മളൊന്ന് ഡിസ്ക്രൈബ് ചെയ്താൽ മതി. ഡൊറോത്തിക്ക് മുകളിൽ നിന്നും താഴെ നോക്കിയാൽ കാണുന്ന പിക്ചറാണ് ഇത് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വീടുകൾ കാണാനുണ്ട്, ഹൗസസ് കാണാം അല്ലേ. അവയുടെ റൂഫൊക്കെ ആകെ ബ്രോക്കഡായിട്ടുണ്ട്, ചിലത് റൂഫൊക്കെ പാറിപ്പോയിട്ടുണ്ട്. അതുപോലെ ഈ ബ്രിഡ്ജ് ബ്രോക്കൺ ആയിട്ടുണ്ട്. ട്രീസൊക്കെ ഫെൽ ഡൗൺ അല്ലേ, കടപുഴകി വീണിട്ടുണ്ട്. അതുപോലെ പക്ഷികളൊക്കെ അവരുടെ നെസ്റ്റൊക്കെ നഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കുന്നുണ്ട്. എല്ലാ ആനിമൽസും വളരെ ഭയന്ന് പേടിച്ച് സ്കെയേർഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു പിക്ചറാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ദ വിൻഡ് ഡിസ്ട്രോയിഡ് എവ്രിതിങ്. കാറ്റ് എല്ലാം നശിപ്പിച്ചു. ദ ട്രീസ് ഹാവ് ഫോളൻ ഡൗൺ. മരങ്ങളെല്ലാം കടപുഴകി വീണു. ആൻഡ് ദ ബ്രിഡ്ജ് അക്രോസ് ദ റിവർ വാസ് ബ്രോക്കൺ. നദിക്ക് കുറുകെയുള്ള പാലം വാസ് ബ്രോക്കൺ, പൊട്ടിപ്പോയി. ദ റൂഫ് ഓഫ് സം ഹൗസസ് വർ കംപ്ലീറ്റ്ലി ബ്രോക്കൺ. ചില വീടുകളുടെ മേൽക്കൂര കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായിട്ടും ബ്രോക്കൺ, പൊട്ടി തകർന്നു പോയിട്ടുണ്ട്. ആൻഡ് സം അതേഴ്സ് വർ ബ്ലോൺ അവേ ബൈ ദ വിൻഡ്. എന്നാൽ ചില വീടുകളുടെ റൂഫ് ബ്ലോൺ അവേ, പറന്നുപോയി ബൈ ദ വിൻഡ്, കാറ്റിൽ, ശക്തമായ കാറ്റിൽ
പറന്നുപോയി. ദ കാറ്റിൽ വർ സ്കെയേർഡ്, കന്നുകാലികളൊക്കെ ആകെ പേടിച്ചു വിറച്ചു നിൽക്കുകയാണ്. ആൻഡ് ദ ബേർഡ്സ് വർ ഫ്ലൈയിങ് ഓവർ ദ വില്ലേജ് ഇൻ സെർച്ച് ഓഫ് എ സേഫ് പ്ലേസ് ടു ബിൽഡ് ഇറ്റ്സ് നെസ്റ്റ്. പക്ഷികൾ വില്ലേജിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. അവർക്ക് കൂട് വെക്കാൻ വേണ്ടി നല്ല സേഫായിട്ടുള്ളൊരു പ്ലേസ് തിരഞ്ഞ് അവ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് ഷോർട്ടായിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ കൂടെ കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് ഈ ഡിസ്ക്രിപ്ഷൻ വലുതാക്കാം. ദിസ് ഇസ് ജസ്റ്റ് എ മോഡൽ, ഇതൊരു മോഡൽ മാത്രമാണ്. ഓക്കെ, നൗ ആക്ടിവിറ്റി 4. എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഇസ് ഗിവൺ അബൌട്ട് ദ ലാൻഡ് ഓഫ് ദി മഞ്ച്കിൻസ്. Some words are missing in it. Look at the picture and complete it. ഇവിടെ നമുക്ക് മഞ്ച്കിൻസിൻ്റെ ലാൻഡിനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്, എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ. പക്ഷേ ഇതിലെന്താണ്, സം വേർഡ്സ് ആർ മിസ്സിങ്, ചില വേർഡ്സ് ഇതിൽ മിസ്സിങ് ആണ്. അത് എന്ത് ചെയ്യണം, പിക്ചർ നോക്കിയിട്ട് ആ വേർഡ്സ് കണ്ടുപിടിക്കണം, കറക്റ്റായിട്ട് ആഡ് ചെയ്യണം. ഇവിടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ആഡ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഏതൊക്കെ വേർഡ്സാണ് ആഡ് ചെയ്യേണ്ടത്, ഓവർ, അണ്ടർ, ഇൻ, ഓൺ, ഇത്രയും വേർഡ്സാണ് ഇതിൽ ആഡ് ചെയ്യേണ്ടത്. ദ ലാൻഡ് ഓഫ് ദി മഞ്ച്കിൻസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. മഞ്ച്കിൻസിൻ്റെ ലാൻഡ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡാണ്. എ കൈറ്റ് ഈസ് ഫ്ലൈയിങ് ഡാഷ് ദ ട്രീ. കൈറ്റ് അല്ലേ, ഇവിടെ ഒരു കൈറ്റ് പറക്കുന്നുണ്ട്. കൈറ്റ് എവിടെയാണ് പറക്കുന്നത്, ഈ മരത്തിൻ്റെ മുകളിലൂടെയാണ്. മരത്തിന് തൊട്ട് നിൽക്കുകയല്ല, മരത്തിൻ്റെ തൊടാതെ മരത്തിൻ്റെ മുകളിലൂടെ പറക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഓവർ എന്നാണ് പറയേണ്ടത്. ഇപ്പം മരത്തിൻ്റെ മുകളിൽ തൊട്ട് നിൽക്കുകയാണ്, മരത്തിൽ വീണ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ദ ട്രീ എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇതിൽ മരത്തിൻ്റെ തൊടാതെ മരത്തിൻ്റെ മുകളിലൂടെയാണ് കൈറ്റ് പറക്കുന്നത്. സോ ഓവർ ദ ട്രീ. എ ലിറ്റിൽ മഞ്ച്കിൻ ഈസ് പ്ലേയിങ് ഡാഷ് ദ ട്രീ. ഒരു ലിറ്റിൽ മഞ്ച്കിൻ, ഒരു ചെറിയ മഞ്ച്കിൻ ഇവിടെ കളിക്കുന്നുണ്ട്. ഡാഷ് ദ ട്രീ, അണ്ടർ ദ ട്രീ, ട്രീയുടെ അടിയിലായിട്ടാണ് കളിക്കുന്നത്. സോ അണ്ടർ ദ ട്രീ. എ ബേർഡ് ഈസ് സിറ്റിംഗ് ഡാഷ് ദ ബ്രാഞ്ച് ഓഫ് ദി ട്രീ. ഒരു ബേർഡ് ഇവിടെ ബ്രാഞ്ചിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. എ ബേർഡ് ഈസ് സിറ്റിംഗ് ഓൺ, മുകളിൽ എന്നാണെങ്കിൽ ഓൺ ദ ബ്രാഞ്ച് ഓഫ് ദി ട്രീ. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ്, ടു ലിറ്റിൽ ബേർഡ്സ്. ഇതാണ് ടു ലിറ്റിൽ ബേർഡ്സ് ആർ ഡാഷ് ദ നെസ്റ്റ്. ഇതാണ് അവരുടെ നെസ്റ്റ്. ആ രണ്ട് ബേർഡ്സും നെസ്റ്റിൻ്റെ ഉള്ളിലാണ് അല്ലേ, നെസ്റ്റിൻ്റെ ഉള്ളിലാണ്. സോ ഇൻ ദ നെസ്റ്റ്. ഉള്ളിൽ ആണെങ്കിൽ ഇൻ, മുകളിലാണെങ്കിൽ ഓൺ, അടിയിലാണെങ്കിൽ അണ്ടർ. ഏറ്റവും മുകളിൽ ഉയർന്ന് പറക്കുകയൊക്കെ ആണെങ്കിൽ ഓവർ അല്ലേ, തൊടാതെ ഇങ്ങനെ മുകളിൽ നിൽക്കുന്നതിനാണ് ഓവർ എന്ന് പറയും. അപ്പോൾ ഇത്രയുമാണ് ഇവിടെ മിസ്സായിട്ടുള്ള ലെറ്റേഴ്സ്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആഡ് ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കൂട്ടുകാരും ഫില്ല് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഈസ് ആക്ടിവിറ്റി 5. ഫൈനലി, അവസാനം, ഡൊറോത്തി ആൻഡ് ടോട്ടോ റീച്ച്ഡ് ദെയർ വില്ലേജ്. ഡൊറോത്തിയും ടോട്ടോയും അവരുടെ വില്ലേജിലെത്തി. അങ്കിൾ ആൻഡ് ഓണ്ട് വർ ഹാപ്പി ടു സീ ദം. അങ്കിളിനും ആൻറ്റിക്കും അവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. വാട്ട് വുഡ് ബി ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ഡൊറോത്തി ആൻഡ് ഹർ അങ്കിൾ. അങ്കിളും ഡൊറോത്തിയും തമ്മിലുള്ള കോൺവെർസേഷൻ എങ്ങനെയായിരിക്കുമെന്നൊന്ന് ഇമാജിൻ ചെയ്തിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം അങ്കിളാണ് ചോദിക്കുന്നത്, അതിവിടെ കൊടുത്തിട്ടുണ്ട്. അങ്കിൾ ചോദിക്കുകയാണ്, വേർ വേർ യു ഡൊറോത്തി, നീ എവിടെയായിരുന്നു ഡൊറോത്തി എന്ന് ഡൊറോത്തിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായിരിക്കും ഡൊറോത്തി പറയുക, നമുക്കറിയാം എന്തൊക്കെയായിരിക്കും ഡൊറോത്തി പറയുക എന്നും പിന്നീട് അങ്കിൾ എന്തായിരിക്കും ചോദിക്കുക എന്നെല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം എങ്ങനെയാണെന്ന്. അങ്കിൾ, വേർ വേർ യു ഡൊറോത്തി, ഡൊറോത്തി നീ എവിടെയായിരുന്നു. ഡൊറോത്തി, അങ്കിൾ, ദ വിൻഡ് ബ്ലോൺ അവേ അവർ ഹൗസ്. വിൻഡ് എന്ത് ചെയ്തു, നമ്മുടെ വീടിനെ പറത്തിക്കൊണ്ടുപോയി. ഐ ആൻഡ് ടോട്ടോ വർ ഇൻസൈഡ് ഇറ്റ്. ഞാനും ടോട്ടോയും അതിനകത്തായിരുന്നു. അങ്കിൾ, ഓ മൈ ഗോഡ്, ദെൻ വേർ ഡിഡ് യു ലാൻഡഡ്. എൻ്റെ ദൈവമേ, എന്നിട്ട് നിങ്ങൾ എവിടെയാണ് ലാൻഡ് ചെയ്തത്. ഡൊറോത്തി, വി വർ ലാൻഡഡ് ഓൺ ദി പ്ലേസ് ഓഫ് മഞ്ച്കിൻസ്. ഞങ്ങൾ ലാൻഡ് ചെയ്തത് മഞ്ച്കിൻസിൻ്റെ പ്ലേസിലാണ്. അങ്കിൾ, ദെൻ
മാനേജ്ഡ് ടു റീച്ച് ഹിയർ? പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങോട്ട് എത്തിപ്പെട്ടത്? ഡൊറോത്തി മറുപടി പറയാണ്, ദ വിസഡ് ഓഫ് ഓസ് ഹെൽപ്ഡ് us ടു ഗെറ്റ് ഹിയർ. അവിടെയുള്ള ദ വിസഡ് ഓഫ് ഓസ് ഞങ്ങളെ ഇങ്ങോട്ട് എത്താൻ സഹായിച്ചു. ഹി വാഗ്ഡ് ഹിസ് മാജിക് വാൻഡ്. അദ്ദേഹത്തിൻ്റെ മാജിക് വാൻഡ് മാന്ത്രിക വടി വീശി. ദസ് അപ്പിയർഡ് അവർ ഹൗസ് ആൻഡ് വി ഗെറ്റ് ഇൻ ടു ഇറ്റ് ആൻഡ് റീച്ച്ഡ് ഹിയർ. അങ്ങനെ നമ്മുടെ വീട് അപ്പിയർ ചെയ്തു, വീട് അവിടെ പ്രത്യക്ഷപ്പെട്ടു, ഞങ്ങൾ അതിൽ കയറി ഇവിടെ എത്തി. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കോൺവെർസേഷൻ വളരെ ഷോർട്ടായിട്ട് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇത്രയും എക്സ്ചേഞ്ചസ് എഴുതാനുള്ള സ്പേസേ നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഷോർട്ടായിട്ട് എഴുതിയത്. ഇനിയും ഒരുപാട് സ്റ്റോറി ഡൊറോത്തിക്ക് പറയാനുണ്ടല്ലേ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. പക്ഷേ ഇത്രയും എക്സ്ചേഞ്ചസ്, ഇത്രയും നമ്പർ ഓഫ് എക്സ്ചേഞ്ചസേ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളൂ. നെക്സ്റ്റ് ഈസ് ആക്ടിവിറ്റി 6, ആഡ് മോർ ലൈൻസ്. ഇവിടെ ഒരു പോമിൻ്റെ കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാക്കി ലൈൻസ് നമ്മളോട് ആഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പോം ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ, ലെറ്റ്സ് ഫ്ലൈ ടുഗെദർ ഓവർ ദ മെഡോസ്, ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് ക്രോസ്. ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ, ലെറ്റ്സ് ഫ്ലൈ ടുഗെദർ ഓവർ ദ മൗണ്ടൻസ്, ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് കൈറ്റ്സ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് തന്നിട്ടുള്ള ലൈൻസ്. അപ്പോൾ നമുക്കത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ, ലെറ്റ്സ് ഫ്ലൈ ടുഗെദർ, ഇത് രണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ലൈൻസ് ആണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത സ്റ്റാൻസയിലും അതുപോലെ എഴുതിയാൽ മതി. അതുപോലെ ഓവർ ദ മെഡോസ് ആണ് ആദ്യത്തെ സ്റ്റാൻസയിലുള്ളത്. രണ്ടാമത്തേൽ ഓവർ ദ മൗണ്ടൻസ് ആണ്. അപ്പോൾ അവിടെയും മെഡോസ്, മൗണ്ടൻസ് ആ ഭാഗത്ത് മാത്രം നമുക്ക് മാറ്റം വരുത്തിയാൽ മതി. ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് ക്രോസ്, ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് കൈറ്റ്സ്. ആദ്യത്തെ സ്റ്റാൻസയിൽ ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് ക്രോസ് എന്നാണ്, രണ്ടാമത്തേൽ ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് കൈറ്റ്സ് എന്നാണ്. അപ്പോൾ ആ ഭാഗത്തും ചെറിയൊരു മാറ്റം വരുത്തിയാൽ നമുക്ക് പുതിയ ലൈൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ലൈൻസ് ആഡ് ചെയ്യുമ്പം ആദ്യം നിങ്ങൾ പോം തന്നിട്ടുള്ള ലൈൻസ് നന്നായിട്ട് വായിക്കുക. എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ലൈൻസ് ആഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുന്ന ലൈൻസ് ഒന്ന് നോക്കാം. ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ, ലെറ്റ്സ് ഫ്ലൈ ടുഗെദർ ഓവർ ദ ഹിൽസ്, ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് ഈഗിൾസ്. കുന്നിൻ്റെ മുകളിലൂടെ നമുക്ക് ഈഗിൾസിനെ പോലെ പറക്കാം അല്ലേ. ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ, ലെറ്റ്സ് ഫ്ലൈ ടുഗെദർ ഓവർ ദ ട്രീസ്, ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് കുക്കൂസ്. അപ്പോൾ ഇവിടെ ട്രീസ് എന്ന് എഴുതിയതിൻ്റെ സ്പെല്ലിങ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. TREES ആണ് വേണ്ടത്, TREAS എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് കുക്കൂസ്, നമുക്ക് കുക്കൂസിനെ പോലെ, കുയിലുകളെ പോലെ പറക്കാം എന്നാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റാൻസ എഴുതേണ്ട ആവശ്യമേ ഉള്ളൂ. ഞാനിവിടെ 2 സ്റ്റാൻസ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് തന്നതാണ്. ഓക്കെ, ആക്ടിവിറ്റി 8, ലെറ്റ്സ് മേക്ക് എ പേപ്പർ ക്യാപ്പ്. ഒരു പേപ്പർ ക്യാപ്പ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 8. അപ്പോൾ ഈ പിക്ചർ നോക്കിയിട്ട് എല്ലാ മക്കളും പേപ്പർ ക്യാപ്പ് ഉണ്ടാക്കുക കേട്ടോ. അതിലെങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും ഒരു പേപ്പർ ക്യാപ്പ് ഉണ്ടാക്കുക. ഇനി ലെറ്റ് സിങ് ആൻഡ് ഡാൻസ്. അടുത്തത് നിങ്ങൾക്ക് നല്ലൊരു ഫണ്ണി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ലെറ്റ് സിങ് ആൻഡ് ഡാൻസ്. നമുക്ക് പാട്ട് പാടാം, അതിൻ്റെ കൂടെ ഡാൻസ് കളിക്കുകയും ചെയ്യാം. ഡിങ് ഡോങ് ദ വിച്ച് ഈസ് ഡെഡ്, ദ വിക്കഡ് വിക്കഡ് വിച്ച് ഈസ് ഡെഡ്, ഡിങ് ഡോങ് മഞ്ച്കിൻസ് ആർ ഹിയർ, ഡാൻസിങ് ഡാൻസിങ് വിതൗട്ട് ഫിയർ. അപ്പോൾ ഇതിന് നിങ്ങളെല്ലാവരും നല്ലൊരു ട്യൂണൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾ പാടുക, എന്നിട്ട് ഡാൻസ് ചെയ്ത് പാടുക. ഓക്കെ, അത്രയുമാണ് ഈ ഒരു ലെറ്റ് സിങ് ആൻഡ് ഡാൻസ് എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നുള്ളൂ. ഓക്കെ, ആക്ടിവിറ്റി 9, ഐഡൻറ്റിഫൈ ദ സ്ലോഗൻ റിലേറ്റഡ് ടു ദ സിംബൽ ആൻഡ് റൈറ്റ് ഇൻ ദ ബോക്സ് പ്രൊവൈഡഡ്. ഇവിടെ കുറച്ച് സ്ലോഗൻസ് കൊടുത്തിട്ടുണ്ട്. സേവ് വാട്ടർ, സേവ് ലൈഫ്, ഡോണ്ട് ലിറ്റർ, അവോയ്ഡ് പ്ലാസ്റ്റിക്, പ്രൊട്ടക്ട് നേച്ചർ, ഗ്രോ ഗ്രീൻ, ഗോ ഗ്രീൻ. അങ്ങനെ കുറച്ച് സ്ലോഗൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിക്ചർ നോക്കിയിട്ട് ഏതൊക്കെ പിക്ചറിന് ഏതൊക്കെ സ്ലോഗൻസ് ആണ് മാച്ച് ആവുക എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് എടുത്തെഴുതണം. അതാണ് ഈ ഒരു ആക്ടിവിറ്റി. ആദ്യത്തെ പിക്ചർ നോക്കൂ. എന്താണ് നമുക്കറിയാം, ഒരു പ്ലാസ്റ്റിക് കവർ കാണാം, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കാണാം, എന്നിട്ട് നോ അല്ലേ, നമ്മൾ ചെയ്യരുത് എന്നുള്ള ഒരു സിമ്പിൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായിരിക്കും? അവോയ്ഡ് പ്ലാസ്റ്റിക്, പ്രൊട്ടക്റ്റ് നേച്ചർ അല്ലേ. ഇനി അടുത്തത്, ഒരാൾ ഇങ്ങനെ മാലിന്യം കൊണ്ടുവന്ന്
തള്ളുന്നുണ്ട്, മാലിന്യം കൊണ്ടുവന്ന് ഇങ്ങനെ ശരിയാണ്. അപ്പോൾ ഇതിലേതാണ്? ഡോണ്ട് ലിറ്റർ, മാലിന്യം, ചപ്പുചവറുകൾ, മാലിന്യം തള്ളരുത്. നെക്സ്റ്റ്, ഒരാൾ പ്ലാന്റ് ഇങ്ങനെ പ്ലാന്റ് ചെയ്യുന്ന ഒരു പിക്ചറാണ്. അപ്പോൾ അതിനേതാണ്? നമുക്കറിയാം, ഇനി 2 ഇതിൽ ബാക്കിയുള്ളൂ. അപ്പോൾ ഗ്രോ ഗ്രീൻ, ഗോ ഗ്രീൻ അല്ലേ? നമ്മൾ ചെടികൾ നട്ട് വളർത്തി എന്ത് ചെയ്യണം? പച്ചപ്പ് പരത്തണം അല്ലേ? അതാണ് ഈ ഒരു സ്ലോഗൻ, ഈ ഒരു പിക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത്, ടാപ്പിൽ നിന്ന് വെള്ളം ചെറുതായിട്ട് ഒറ്റ തുള്ളി ഇങ്ങനെ ഉറ്റുന്നത് കാണാം, ഒരാൾ ടാപ്പ് പൂട്ടുന്നതും കാണാം. അപ്പോൾ അവിടെ കൊടുക്കേണ്ട സ്ലോഗൻ സേവ് വാട്ടർ സേവ് ലൈഫ് എന്നതാണ്, നമുക്കറിയാം. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. പിക്ചർ നോക്കിയിട്ട് അതിന് നേരെ കൊടുത്തിട്ടുള്ള സ്ലോഗൻസ് എല്ലാവരും ശ്രദ്ധിക്കുക, നന്നായിട്ട് വായിക്കുക. ഇനി അടുത്ത പിക്ചർ, ഒരു വുഡ് കട്ടറെ കാണാം, ഒരു ട്രീ കാണാം. ട്രീ വുഡ് കട്ടറോട് എന്തോ സംസാരിക്കുന്നത് കാണാം, പിന്നെ ഒരു ബേർഡിനെ കാണാം അല്ലേ? അപ്പോൾ ഇതിനെ നമ്മളൊരു എന്ത് ചെയ്യണം? റൈറ്റ് സിമിലർ സ്ലോഗൻസ്, മുകളിൽ കൊടുത്ത സ്ലോഗൻസ് പോലെ ഒരു സ്ലോഗൻ ഇവിടെയും കൊടുക്കണം. അപ്പോൾ എന്ത് നമുക്ക് കൊടുക്കാം? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സ്ലോഗനാണ് ഡോണ്ട് കട്ട് ട്രീസ്, മരം മുറിക്കരുത്. ഇനി മറ്റൊരു സ്ലോഗൻ നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്താണ്? സേവ് ട്രീസ് പ്രൊട്ടക്റ്റ് എൻവയോൺമെൻറ്റ്, മരങ്ങളെ സംരക്ഷിക്കുക, പരിസ്ഥിതിയെ സംരക്ഷിക്കുക അല്ലേ? അപ്പോൾ ഇത്രയും സ്ലോഗൻസ്. ഇനി നിങ്ങൾക്ക് വേറെയും സ്ലോഗൻസ് എഴുതാം, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, നൗ ആക്ടിവിറ്റി 10. സം റിഡിൽസ് ആർ ഗിവൺ ബിലോ, റീഡ് ആൻഡ് ഫൈൻഡ് ദം ഔട്ട്. കുറച്ച് റിഡിൽസ് താഴെ തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് അതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കണം. സോ ലെറ്റ്സ് റീഡ്. ഫസ്റ്റ് റിഡിൽ, യു കാൺ സീ മീ, നിനക്ക് എന്നെ കാണാൻ കഴിയില്ല. ബട്ട് യു ക്യാൻ ഫീൽ മീ, പക്ഷെ നിങ്ങൾക്ക് എന്നെ ഫീൽ ചെയ്യാൻ പറ്റും. ഐ ക്യാൻ മേക്ക് ട്രീസ് ഡാൻസ്, എനിക്ക് ട്രീസിനെ, മരങ്ങളെയൊക്കെ ഡാൻസ് കളിപ്പിക്കാൻ കഴിയും. ഐ ക്യാൻ ഹെൽപ്പ് ദ കൈറ്റ് ഫ്ലൈ, എനിക്ക് പട്ടത്തിനെ പറക്കാൻ സഹായിക്കാൻ പറ്റും. ഹൂ ആം ഐ, ഞാൻ ആരാണ്? ഇപ്പോൾ തന്നെ എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവും. വിൻഡ്, കാറ്റാണ് ആൻസർ അല്ലേ? ഇനി സെക്കൻഡ് വൺ, ഐ ആം ഇൻ ദ സ്കൈ, ഞാൻ ആകാശത്താണ് കാണുന്നത്. ഐ ക്യാൻ ബ്രിങ് ദ റെയിൻ, എനിക്ക് മഴ നൽകാൻ സാധിക്കും, മഴ കൊണ്ടുവരാൻ സാധിക്കും. 5 letters മേക്ക് മൈ നെയിം, എൻ്റെ പേര് 5 letters കൊണ്ട് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഹൂ ആം ഐ, ഞാൻ ആരാണ്? നമുക്കറിയാം ആരാണ്? ക്ലൗഡ് അല്ലേ? മേഘമാണ് നമുക്ക് മഴ തരുന്നത്, മേഘം ആകാശത്താണ് കാണുന്നത്. ഓക്കെ, ഇനി തേർഡ് വൺ, ഐ ആം ഹ്യൂജ് ആൻഡ് ടോൾ, ഞാൻ വലുതാണ് നീളമുള്ളതുമാണ്. ഐ ക്യാൻ സ്റ്റോപ്പ് ദ ക്ലൗഡ്സ്, എനിക്ക് ക്ലൗഡ്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും. ഐ ഹാവ് എ സമ്മിറ്റ്, എനിക്ക് നല്ല ഉയരമുള്ള ഭാഗമുണ്ട്. യു ക്യാൻ ക്ലൈംബ് ഓൺ മീ, നിങ്ങൾക്ക് എൻ്റെ മേലെ കയറാം. ഹൂ ആം ഐ, ഞാൻ ആരാണ്? ഇതായിരിക്കും പിന്നെയും കുറച്ച് ആർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുക. ഇതിൻ്റെ ആൻസർ മൗണ്ടൻ എന്നാണ്. ഓക്കെ, ഇനി അതിൻ്റെ കൂടെയുള്ള അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് റിഡിൽസിനുള്ള ആൻസർ തന്നിട്ടുണ്ട്, അതിന് 2 റിഡിൽസ് ഉണ്ടാക്കണം. അതാണ് നെക്സ്റ്റ് ആക്ടിവിറ്റി. ഫസ്റ്റ് ആൻസർ ഈസ് റെയിൻബോ എന്ന ആൻസർ വരുന്ന ഒരു റിഡിലാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. യു ക്യാൻ സീ മീ ഇൻ ദ സ്കൈ, നിങ്ങൾക്ക് എന്നെ ആകാശത്ത് കാണാം. ഐ കം ആഫ്റ്റർ റെയിൻ, മഴയ്ക്ക് ശേഷമാണ് ഞാൻ വരാറുള്ളത്. ഐ ഹാവ് 7 കളേഴ്സ്, എനിക്ക് 7 കളറുകളുണ്ട്. ഐ ആം വെരി ബ്യൂട്ടിഫുൾ, ഞാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഹൂ ആം ഐ, ഞാൻ ആരാണ്? റെയിൻബോ അല്ലേ? അടുത്തത് നമുക്ക് റിഡിൽ ഉണ്ടാക്കാനുള്ള ആൻസർ തന്നിട്ടുള്ളത് റെയിൻ എന്നാണ്, മഴ അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്, റിഡിലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഐ കം ഫ്രം ദ സ്കൈ, ഞാൻ ആകാശത്ത് നിന്നാണ് വരുന്നത്. ഐ ഹെൽപ്പ് ദ പ്ലാന്റ്സ് ടു ഗ്രോ, ഞാൻ ചെടികളെയൊക്കെ വളരാൻ സഹായിക്കുന്നു. ഐ മേക്ക് ദ റിവേഴ്സ്, പോണ്ട്സ് ആൻഡ് വെൽസ് ഓവർഫ്ലോ, പോണ്ടിനെയും റിവറിനെയും കിണറുകളെയൊക്കെ ഞാൻ ഓവർഫ്ലോ, നിറഞ്ഞൊഴുകിക്കുന്നു ഞാൻ. വെൻ ഐ കം പീപ്പിൾ ടേക്ക് അംബ്രലാസ്, ഞാൻ വരുമ്പോൾ ആളുകൾ കുടയെടുക്കുന്നു. ഹൂ ആം ഐ, ഞാൻ ആരാണ്? റെയിൻ അല്ലേ? നെക്സ്റ്റ് ഈസ് ആക്ടിവിറ്റി 11. റീഡ് ദ സെൻറ്റൻസസ് ഗിവൺ ബിലോ, നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. വായിച്ചതിന് ഈ സെൻറ്റൻസ് താഴെ കൊടുത്തിട്ടുള്ള
സെൻറ്റൻസ് വായിക്കുക, അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വാക്കുകൾ നോട്ട് ചെയ്യുക. വി കാൺട്ട് ഹെൽപ്പ് യു ബട്ട് ദ വിസഡ് ഓഫ് ഓസ് ക്യാൻ ഹെൽപ്പ് യു. ഞങ്ങൾക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. കാണ്ട് എന്ന് പറഞ്ഞാൽ കഴിയില്ല. ബട്ട് ദ വിസഡ് ഓഫ് ഓസ് ക്യാൻ ഹെൽപ്പ് യു. വിസഡ് ഓഫ് ഓസിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും. കാണ്ട് അല്ലെങ്കിൽ കനോട്ട് എന്ന് പറഞ്ഞാൽ കഴിയില്ല. ഇനി നെക്സ്റ്റ്, വി ക്യാൻ ഡു മെനി തിങ്സ്. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ബട്ട് ദർ ആർ മെനി തിങ്സ് ദാറ്റ് വി കാൺട്ട് ഡു. പക്ഷേ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത്. ക്യാൻ, കാണ്ട്. അപ്പോൾ ഇത്രയും ഈ 2 വാക്കുകൾ വെച്ചിട്ടാണ് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള ബോക്സസ് ഫില്ല് ചെയ്യേണ്ടത്. റൈറ്റ് വാട്ട് യു ക്യാൻ ഡു ആൻഡ് യു കനോട്ട് ഡു. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതും ചെയ്യാൻ കഴിയാത്തതും എഴുതുക. അപ്പോൾ ഒരു കുട്ടി ഫ്ലൈ ചെയ്യുന്ന ഒരു പിക്ചറാണ് ആദ്യത്തേത്. ഐ കാൺട്ട് ഫ്ലൈ. എനിക്ക് പറക്കാൻ കഴിയില്ല. ഇനി അതിൻ്റെ താഴെ ഒരു കുട്ടി സ്കേറ്റ് ചെയ്യുന്ന ഫോട്ടോ ആണ്. ഐ കാൺട്ട് സ്കേറ്റ്. എനിക്ക് സ്കേറ്റ് ചെയ്യാൻ കഴിയില്ല. ഐ കാൺട്ട് സ്റ്റോക്ക് ബ്രിക്സ്. എനിക്ക് ബ്രിക്സ് അടുക്കി വെക്കാൻ കഴിയില്ല. ഇനി ഇതൊക്കെ കഴിയുന്നവരാണെങ്കിൽ ക്യാൻ വെച്ച് എഴുതാം കേട്ടോ. ഇനി നെക്സ്റ്റ്, ഒരു കുട്ടി സൈക്കിൾ ചവിട്ടാണ്. ഐ ക്യാൻ റൈഡ്. എനിക്ക് സൈക്കിൾ ചവിട്ടാൻ കഴിയും. ഐ ക്യാൻ റൺ. നെക്സ്റ്റ് പിക്ചർ, ഐ ക്യാൻ റൺ. എനിക്ക് ഓടാൻ കഴിയും. നെക്സ്റ്റ്, ഐ ക്യാൻ ക്ലൈംബ്. എനിക്ക് ക്ലൈംബ് ചെയ്യാൻ കഴിയും. അപ്പോൾ ക്യാനും കാണ്ടും അല്ലെങ്കിൽ കനോട്ട് ഇത് തമ്മിലുള്ള ഇതിൻ്റെയൊക്കെ യൂസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എനിക്ക് കഴിയും എന്നതിന് ഐ ക്യാൻ എന്നും എനിക്ക് കഴിയില്ല എന്നതിന് ഐ കാണ്ട് അല്ലെങ്കിൽ ഐ കനോട്ട് എന്നുമാണ് പറയുക. ഓക്കെ. ഇനി ഈ യൂണിറ്റിൽ 12 മുതലുള്ള ആക്ടിവിറ്റീസുമായി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവരും നന്നായിട്ട് ആക്ടിവിറ്റികൾ വായിച്ച് ചെയ്യുക, മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ. എല്ലാവരും ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്